ഫ്രണ്ട്സ്, ഇന്നൊരു ഫാബ്രിക് പെയിൻറ്റിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പഴയ സാരിയാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടിഷ്യൂ സാരിയാണ്. അപ്പോൾ അതിൽ ഞാനൊരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് നോക്കിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഓണത്തിന് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, അപ്പം നടന്നില്ല. അപ്പോൾ എന്തായാലും വിഷുവിനൊരു കൃഷ്ണനെ വരച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ ഒരു കൃഷ്ണൻ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്നതാണ് കേട്ടോ. ബാക്കിൽ കൈ കെട്ടി താമര പിടിച്ച് കുസൃതിയോടുകൂടി നോക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ആദ്യമായിട്ട് ട്രൈ ചെയ്യണവരൊക്കെ ആണെങ്കിൽ ട്രേസ് ചെയ്ത് വരയ്ക്കുകയായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ ക്യാൻവാസിൽ വരയ്ക്കുന്ന പോലെയല്ല, തുണിയിൽ വരയ്ക്കുമ്പം അത് കുറച്ച് പാടായിരുന്നു. എനിക്ക് വലുതായിട്ട് വരയ്ക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് വരയ്ക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മാച്ചിട്ടാണ് വരയ്ക്കുന്നുണ്ടായിരുന്നത്. പിന്നെ വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരിക കണിക്കൊന്നയും കൃഷ്ണനുമാണ്. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു തീം തന്നെ എടുത്തത്. പിന്നെ ബാക്കിൽ താമര പിടിച്ച് നിൽക്കുന്ന കൃഷ്ണനായിരുന്നല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് കണിക്കൊന്നയാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുത്തത്. അങ്ങനെ കൃഷ്ണന് വരച്ച് കഴിഞ്ഞു. അത് വരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മെയിൻ പരിപാടി കഴിഞ്ഞു. പിന്നെ സൈഡിൽ ഞാൻ കുറച്ച് കണിക്കൊന്നകൾ വരച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ട്രേസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു പേപ്പർ എടുത്തായിരുന്നു. പക്ഷേ ഈ ഒരു സാരി ഭയങ്കര തിക്കായ കാരണം അതിൽ നമുക്ക് വിചാരിച്ച പോലെ ഒന്നും ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരേ അളവിൽ കണിക്കൊന്ന വരയ്ക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ട്രേസ് ചെയ്യാന്ന് വെച്ചത്. പക്ഷെ അത് പറ്റാത്ത കാരണം ചെറിയൊരു ലൈൻ മാത്രം വരച്ച് ബാക്കിയൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെയാണ് വരച്ചു കൊടുത്തത്. മുന്താണിയുടെ രണ്ട് സൈഡിലായിട്ട് ഒരുപോലത്തെ 4 കണിക്കൊന്നയാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരയ്ക്കാനുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലൊരു റിങ്ങിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു റിങ്ങും ഈ ഒരു ഫാബ്രിക് പെയിൻറ്റൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ സാരി വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വരച്ചത്. കൃഷ്ണന് കളർ കൊടുക്കുമ്പോൾ 2 ബ്ലൂ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത്. ഒന്നൊരു ഡാർക്ക് ബ്ലൂവും പിന്നെ ഒരു ലൈറ്റ് ബ്ലൂവും. അപ്പോൾ ഉള്ളിലൊക്കെ ലൈറ്റ് ബ്ലൂവും പിന്നെ അതിൻ്റെ ഒരു എൻഡ് സൈഡിൽ ഷാർപ്പ് ചെയ്യാനുള്ള പോയിന്റിലൊക്കെ ഡാർക്ക് ബ്ലൂവും കൊടുത്തിട്ടാണ് ഞാൻ കളർ ചെയ്തത്. നമ്മളെപ്പോഴും സെയിം കളർ പെയിൻറ്റ് ചെയ്യാതെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തൊക്കെ കൊടുത്താൽ അതൊന്ന് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കേട്ടോ. ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ബ്ലൂവും വൈറ്റും മിക്സ് ചെയ്തിട്ടൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് യൂസ് ചെയ്തത്. അത് നമ്മൾ മൂക്കിൻ്റെ അവിടെ, അതുപോലെ കവിളിൽ, നെറ്റിയിലൊക്കെ കൊടുക്കും. നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ കൊടുക്കില്ലേ, അതുപോലെയൊക്കെ തന്നെ. പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് കണ്ണിൻ്റെ അവിടെയും അതുപോലെ കവിളിൻ്റെ സൈഡിൽ, പിന്നെ ചെവിയുടെ ഉള്ളിലൊക്കെ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സൈഡിൽ കുറച്ച് ഡാർക്ക് ബ്ലൂ കളർ കൊടുത്തിട്ട് ഒന്ന് ഷാർപ്പ് ചെയ്തെടുത്തായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കണ്ണാണ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് കണ്ണ്, ചുണ്ടൊക്കെയാണ്. അപ്പം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റിയാൽ തന്നെ പാതി കാര്യം കഴിഞ്ഞു. അപ്പോൾ അതെനിക്ക് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്തു. ചുണ്ടും നമ്മൾ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അടുത്തത് ഹെയറാണ്. അപ്പം അതും ഇങ്ങനെ കുറച്ച് ചുരുണ്ടാണല്ലോ ഉണ്ടാവുക. അപ്പം അതുപോലെ തന്നെ വരച്ചു. അങ്ങനെ ഫേസ് വരച്ചു കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് കൃഷ്ണൻ്റെ ബോഡി വരച്ചു. പിന്നെ ഡ്രസ്സ്. അപ്പം ഡ്രസ്സിലും നമ്മൾ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണൻ്റെ കയ്യിലെ കണിക്കൊന്നകൾ വരച്ചു. ഒരു 3 കണിക്കൊന്നയുടെ തണ്ട് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന പോലെയാണ് ഞാൻ വരച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണൻ്റെ ലുക്ക്. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മെയിൻ പണി. പിന്നെ ഈ ഒരു പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. ഈ ഒരു ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കണിക്കൊന്നകൾ വരച്ചു തുടങ്ങി. അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ ഓൾറെഡി വരച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആയിരുന്നു കേട്ടോ വരയ്ക്കാനായിട്ട്. പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് മാറുന്നതെന്ന്. കാരണം ഞാനിതൊരു 3-4 ദിവസം മേലെ എടുത്തിട്ടാണ് വരച്ച് തീർത്തത്. മോനൊക്കെ ഉള്ള കാരണം കുറച്ച് പാടായിരുന്നു. ഇപ്പോൾ രാത്രിയൊക്കെ ഇരുന്നിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ നോർമലി വരയ്ക്കുന്ന ഒരാൾക്ക് 2 ദിവസത്തിനുള്ളിൽ വരയ്ക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സമയമില്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പല ഡ്രസ്സിൽ കാണുന്നത്. അപ്പോൾ മുന്താണി പെയിൻറ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വലിയ തരക്കേടില്ലാണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കണം. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഭാഗത്തും കൂടി ഒരു കണിക്കൊന്ന വരയ്ക്കുന്നുണ്ട്. 1 ലെയർ ആയിട്ട് സാരി ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു വലിയ കണിക്കൊന്ന വരയ്ക്കാമെന്നാണ് വിചാരിച്ചത്. അത് മുന്താണിയിൽ വരച്ച പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ വരച്ചത്. അപ്പോൾ അതും പിന്നെ അങ്ങനെ കളർ ചെയ്ത് കൊടുത്തു.
അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സാരിയിൽ ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പം അതിന് മേലെ കൂടെ തേക്കാൻ പാടില്ല. അപ്പം അത് മറിച്ചിട്ടിട്ട്, സാരി മറിച്ചിട്ടിട്ട് അതിൻ്റെ ആ ബാക്ക് സൈഡിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ആ പ്രിൻ്റ് പോവാണ്ട് ഇരിക്കും എന്നാണ് പറയുന്നത്. അറിയില്ല, അത് കഴുകി നോക്കിയാൽ അറിയാം പോവോ ഇല്ലയോ എന്ന്. പിന്നെ നല്ല ഫാബ്രിക് പെയിൻ്റ് ആണെങ്കിൽ അങ്ങനെ പോവോ അല്ലെങ്കിൽ പരക്കോ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2 സൈഡിലും മുന്താണിയിലും അതുപോലെ ആ ഫ്രണ്ട് പോർഷനിലും നന്നായിട്ട് തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്, എൻ്റെ വിഷു സാരി. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ ഫാബ്രിക് പെയിൻ്റൊക്കെ ചെയ്തിടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു വീഡിയോയും അതുപോലെ എൻ്റെ വിഷു സാരിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഇതുപോലെ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിങ്കൊക്കെ, ഞാൻ ഉപയോഗിച്ച സാധനങ്ങളുടെ ലിങ്കൊക്കെ ഞാനിവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.